എക്സാം നടത്തുന്നപ്പോൾ മാറി താമസിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരെ ഞാൻ കാണിച്ചുതരാം. അത് ഇവരൊക്കെയാണ് ആൾക്കാർ. ആരൊക്കെ? ഇത് ഇവരൊക്കെ. കൂട്ടത്തിൽ വിഷ്ണുവിൻ്റെ കഥകളായിരുന്നു മെയിൻ. പോരാത്തതിന് ഇവൻ്റെ കൊണകൊണടിക്കലും നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിഷയമായിട്ട് നല്ല നാടൻ കള്ള് കുലിക്കടിക്കുന്ന പോലെ അടിച്ചപ്പോൾ ഷിജി അത് തെറ്റിദ്ധരിക്കുകയും ഷിജി അത് കുടിച്ചപ്പോൾ ഷിജിയുടെ മൊത്തം പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അത് കുറച്ച് തിരക്കിലായിപ്പോയി, പ്രത്യേകിച്ച് ഇവന്. ഉച്ചയാകുമ്പോഴേക്കും വയറ്റിൽ നിന്നും തീവണ്ടി കുകിപ്പോയത് കൊണ്ട് കൃഷ്ണേട്ടൻ്റെ നിതീഷേട്ടൻ്റെ നേതൃത്വത്തിൽ സേമിയല്ല സോറി മാഗി ഉണ്ടാക്കലായിരുന്നു അടുത്ത കലാപരിപാടി. ഞാൻ പിന്നെ ഇത് ഇന്നേ വരെ കഴിച്ചില്ലാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ഒരു ABC എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ കണ്ടു നിൽക്കുക എന്നതായിരുന്നു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷ്ണുട്ടൻ നേരെ ഇല മുറിക്കാനും പോയി. നല്ല പാകമായ ഇല മുറിക്കണമെങ്കിലും വിഷ്ണുട്ടൻ തന്നെ വേണം. മാത്രമല്ല അത് കഴുകാനും അത് സപ്ലൈ ചെയ്യാനും വിഷ്ണുട്ടൻ തന്നെ വേണം. പിന്നീട് അത് ചിക്കി പരുത്താനായിട്ട് എല്ലാവരും പങ്കാളിയായതിനു ശേഷം കുറേ കഥകൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ പിറകിലോട്ട് നോക്കിയപ്പോൾ ഇവരുടെ മുഖത്ത് നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്